എപ്പോഴെങ്കിലും പാതിര കുർബാനയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയായിരിക്കും പാതിര കുർബാന ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് അറിയാമോ? ആദ്യത്തെ പാതിര കുർബാന 4-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിലാണ് ആചരിച്ചത്. അർദ്ധരാത്രിയിൽ ആചരിച്ചുകൊണ്ടിരുന്ന യൂദ പാരമ്പര്യത്തിലുള്ള പെസഹ ആഘോഷവുമായി ബന്ധപ്പെട്ടായിരിക്കണം ആദ്യമായി പാതിര കുർബാന ആഘോഷിക്കപ്പെട്ടത്. AD 430 പോപ്പ് സിക്സസ് മൂന്നാമൻ മാർപ്പാപ്പ പാതിര കുർബാന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അർദ്ധരാത്രി സമയം ജാഗ്രതയുടെയും ആത്മീയ ഉണർവിന്റെയും ഒരുക്കത്തിന്റെ സമയമായി പൊതുവെ കാണപ്പെടുന്നു. രാത്രിയിലെ ഇരുട്ട് ലോകത്തിന് മേലുള്ള അന്ധകാരത്തെ സൂചിപ്പിക്കുമ്പോൾ മെഴുകുതിരി കത്തിക്കുന്നതും സങ്കീർത്തനങ്ങളും കരോൾ ഗീതങ്ങളും ആലപിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിച്ച ശാന്തിയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. ഈശോ ജനിച്ചത് അർദ്ധരാത്രിയിലാണെന്നുള്ള വിശ്വാസം പാതിര കുർബാനയെ ആഘോഷിക്കാൻ മറ്റൊരു കാരണമാണ്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളെ ഒരുമയിലും ദൈവസ്നേഹത്തിലും ഒന്നിച്ചു കൂട്ടാൻ പാതിര കുർബാന സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ഈ ഒരു സമയം സ്നേഹത്തിന്റെയും നന്ദി പ്രകാശനത്തിന്റെയും അവിസ്മരണീയ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പാതിര കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് ഈശോയെ വരവേൽക്കാം. നന്ദി. മെറി ക്രിസ്മസ്.